കുഷനി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകളെ ഒരേ സമയത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അടുത്തത് ബെഞ്ച് ചെയ്യാൻ ഒരാളെ നിർത്തുക. ബെഞ്ചിൽ ഫുട്ബോൾ മത്സരത്തിൽ ബെഞ്ചിൽ റിസർവ് ടിക്കറ്റാണ്. അവിടുന്ന് മാറി ജെൻസി പിള്ളേരെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ സമാധാനവും സന്തോഷമാണ്. കാര്യം എന്താണ്, ഇവർ അറ്റ്ലീസ്റ്റ് മറ്റാളെ ദ്രോഹിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. ഇവർ കുഷൻ ചെയ്യും, ബെഞ്ച് ചെയ്യും, ഗോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യും. ജെൻസി പിള്ളേരുടെ കുറേ റിലേഷൻഷിപ്പ് ടേംസ് ഉണ്ട്. ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉള്ള പോലെ, ഞങ്ങൾ അസ്വസ്ഥരാണ്, ഞങ്ങൾ ചിലപ്പോൾ ബെഞ്ച് ചെയ്യും, ചിലപ്പോൾ ഞങ്ങൾ സിനിമയിൽ വന്നോ ഇല്ല ഇപ്പൊ പറയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ ബ്രെഡ് ക്രംബിംഗ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ബ്രെഡിന്റെ കഷ്ണം ഇട്ട് തന്നിട്ട് പറയല്ലോ. അപ്പൊ ശരിക്കും എന്താണ് ഒരു ജെൻസി കുട്ടികളിൽ നടക്കുന്നത്? റിലേഷൻഷിപ്പിനോടുള്ള പേടിയാണോ, റെസ്പോൺസിബിലിറ്റിയോടുള്ള പേടിയാണോ, അല്ലെങ്കിൽ ഇവരൊക്കെ ഓഷോയുടെ ആരാധകരാണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. കാരണം റിലേഷൻഷിപ്പിന് ഒരു പേര് കൊടുക്കരുത്, റിലേഷൻഷിപ്പിന് പേര് കൊടുത്താൽ റിലേഷൻഷിപ്പ് റെസ്ട്രിക്ട്സ് ലവ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കൊണ്ട്? അത് പറയാൻ ഇപ്പൊ സത്യത്തിൽ നമ്മൾ ആരും യോഗ്യരല്ല എന്ന് എൻ്റെ അഭിപ്രായം. കാര്യം സത്യസന്ധമായി പറയാൻ, ഇപ്പം എൻ്റെ അച്ഛനും ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു വലിയ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് തോന്നിയിരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. ഇവരെത്രയോ കാതം ദൂരേക്ക് സഞ്ചരിച്ചു പോയി പല കാര്യങ്ങളും കേൾക്കുമ്പോൾ. വളരെ കോൺഷ്യസ് ആയിട്ടുള്ള അവെയർ ആയിട്ടുള്ള ഒരു കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും നമ്മളെപ്പോഴും അവരെ കുറ്റമായിട്ടാണ് പറയാറുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ എടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, ആ വിഷയത്തിലൊക്കെ അവർ തന്നെ ആഴത്ത് ചിന്തിക്കണം. നമുക്ക് ഒരിക്കലും അവർ തിരുത്താൻ പറ്റില്ല. നമ്മൾ അവരെ തിരുത്താൻ ആളും അല്ല, യോഗ്യരും അല്ല. പക്ഷെ ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്കൊരു ഒരു എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന സംഭവം ആ തോട്ടാണ്. ഞാൻ ഈ വേർഡുകളൊക്കെ ഈ ഇടയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ കുഷനിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകളെ ഒരേ സമയത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അടുത്തത് ബെഞ്ച് ചെയ്യാൻ ഒരാളെ നിർത്തുക. ബെഞ്ചിൽ ഫുട്ബോൾ മത്സരത്തിൽ ബെഞ്ചിൽ ഇരുത്തുക, റിസർവ് ടിക്കറ്റാണ്. അപ്പൊ അത് അങ്ങനെ ഇരുത്തുക. അതേപോലെ ഈ കുഷനിങ് പറഞ്ഞ ബെസ്റ്റി പിന്നെ ഇപ്പൊ ഒരു മോശം വാക്കായി പോയി അല്ലേ? ദോഷം വന്നു ബെസ്റ്റിക്ക്. അപ്പം ഞാനിത് ആലോചിക്കുമ്പം ഈ പ്രണയ നൈരാശ്യം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ജെൻസി പിള്ളേർക്ക് പ്രണയ നൈരാശ്യം ഉണ്ടാവൂലായിരിക്കും. ഇല്ല, അവരങ്ങനെ പറയുന്നില്ല. ഗോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയും. ഗോസ്റ്റ് ചെയ്തു അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറയും. ഓർബിറ്റ് ചെയ്യുക അതൊക്കെ ഞാൻ ഇന്നാളെ ആരോ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. ഈ പ്രേമ നൈരാശ്യത്തിന്റെ ഒരു ഭയങ്കര വലിയ ചരിത്രമുണ്ട്. ഈ മടലേറുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ. സംഘകാലഘട്ടത്തിൽ വളരെ പഴയ കേരളത്തിൻ്റെ വളരെ പഴയ തമിഴകത്തിൻ്റെ, കേരളവും തമിഴൊക്കെ അടങ്ങുന്ന വളരെ പഴയ കാലഘട്ടത്തിൽ ചെറുക്കൻ പെൺകുട്ടിയോട് ഇഷ്ടം പറയും. പെൺകുട്ടിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇവന് വലിയ അഭിമാനക്ഷതായത്. ഒരു പച്ച മടൽ കുത്തിവെച്ച് അതിൻ്റെ മേലെ കയറി ഇരിക്കും എന്ന് പറയാം. മരണം വരെ, എന്നിട്ട് മരിക്കും, മടലേറി മരിച്ചു എന്ന് പറയാം. അപ്പോൾ പ്രേമനൈരാശ്യത്തിൻ്റെ തീവ്രത എത്രയായിരുന്നു? മടലേറി മരിക്കുക. അവിടുന്നൊക്കെ മാറി നമ്മൾ കുറേയും കൂടിയൊക്കെ സഞ്ചരിച്ചു. പിന്നെ തൂങ്ങി മരിക്കലൊക്കെ ആയി. തൂങ്ങി മരിക്കൽ, ഈ സെൽഫ് ഇമോലേഷൻ പലതരത്തിൽ, അതൊന്ന്. രണ്ട്, മറ്റുള്ളവരെ ആക്രമിക്കുക. ഇപ്പോൾ ആസിഡ് ഒഴിക്കുക, ഫ്രൂട്ടിയിൽ വിഷം കൊടുത്തു കൊല്ലുക. അത് പിന്നെ പ്രേമനൈരാശ്യമല്ല, ഈ പറഞ്ഞ വിഷയമാണെങ്കിൽ. അപ്പോൾ പ്രേമനൈരാശ്യത്തിൻ്റെ പേരിൽ മറ്റൊരാളെ ദ്രോഹിക്കുക, ആ തരത്തിലേക്ക് ഒരു ജനത മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു വാക്കുണ്ട്, എന്താണ് ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാക്കാണ്, വാക്ക് ഓർമ്മ വരുന്നില്ല. പ്രേമവും ഒരു മോശം വാക്കിനെ ചേർത്തിട്ട് പത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രേമക്കൊലയോ. പ്രേമക്കൊല അത് വളരെ ഒരു ഓക്സിമറോണാണത്. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പ്രേമവും കൊലയും ഒരുമിച്ച് ഒരിക്കലും വരില്ല. പ്രേമക്കൊല എങ്ങനെ, സ്നേഹിച്ച് കൊല്ലുന്നൊക്കെ നമ്മൾ ഓക്സിമറോണിക്കായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണോ പ്രേമക്കൊല? പ്രേമക്കൊല വാക്ക് ഉണ്ടോ? അങ്ങനെ വാക്ക് തന്നെ നമ്മൾ ഇൻവെന്റ് ചെയ്യാൻ പോലും പാടില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അവിടുന്ന് മാറി ജെൻസി പിള്ളേരെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ സമാധാനവും സന്തോഷമാണ്. കാര്യം എന്താണ്, ഇവർ അറ്റ്ലീസ്റ്റ് മറ്റാളെ ദ്രോഹിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. ഇവർ കുഷൻ ചെയ്യും, ബെഞ്ച് ചെയ്യും, ഗോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ അവർക്ക് അവരുടേതായ ഈ എന്താ പറയുക റിലേഷൻഷിപ്പ് എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം. അല്ല, ഇപ്പം പറഞ്ഞ വേറൊരു വലിയ ടേം ഉണ്ട്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ
നമ്മൾ ഒരാൾ എന്നെ തേച്ചു എന്നൊരു ടേമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അയാൾ എന്നെ ഡംപ് ചെയ്തു, അല്ലെങ്കിൽ ഇയാൾ എന്നെ നമ്മൾ ബ്രേക്കപ്പായി അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോവാണ്, അയാളോട് ദേഷ്യമില്ല, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്. അപ്പം ഇത് എല്ലാവർക്കും ഉണ്ടോ അറിയില്ല, പക്ഷെ സ്വാഭാവികമായിട്ടും ഉണ്ട്, ധാരാളം കാണുന്നുണ്ട്. അപ്പം പണ്ട് നമ്മളിപ്പോൾ എല്ലാവരും പറയും നമ്മുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ഓരോരോ നമ്മളൊരു എന്താ പറയുക, നമ്മളത് പഠിച്ചു, ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അത് പറഞ്ഞ പോലെ ഇവരിതെല്ലാം കണ്ട് ഇതിനി വേണ്ട, ഇങ്ങനൊരു സംഭവം വേണ്ട എന്ന് മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ ആവാം. മാത്രമല്ല ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ചില കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റിൽ സംഭവിച്ചത് ഇപ്പോൾ ഇവിടെ ലേറ്ററായി സംഭവിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു ചിന്ത. വെസ്റ്റിൽ ഒരു കാലത്ത് വിവാഹബന്ധം വളരെ വിരളമായിരുന്ന ഒന്നായിരുന്നു, പണ്ടുണ്ടായിരുന്നു, പിന്നെ അതില്ലാതെയായി. വിവാഹം ഒരു നിരർത്ഥകാണ്. പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, ഒരു അസ്തിത്വ പ്രതിസന്ധി വന്നു മനുഷ്യന്. അപ്പോൾ പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ല, ലോകം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു തലമുറ തിരിച്ചു വന്നിട്ട് അവരുടെ 50കളിലും 60കളിലും വിവാഹ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ വിവാഹത്തിന് ഇപ്പോൾ അവിടെ ഒരു വലിയ സ്ഥാനമുണ്ട്. ടു ഗെറ്റ് മാരീഡ് എന്നുള്ളത് ഇന്ന് വെസ്റ്റേൺ സമൂഹത്തിലൊരു വലിയൊരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു വാക്കാണ് മാരേജ്. വിശേഷേണ വഹിക്കേണ്ടതെന്നാണ് ഭാരതത്തിൽ വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ലീവ് ചെയ്യുന്നവരാണ്. നമ്മളത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ പോലത്തെ ഒരു പ്രോസസ്സാണ് വിവാഹം കഴിക്കുക. ജനിച്ചു, ജീവിച്ചു, വിവാഹം കഴിച്ചു, മരിച്ചുപോയി. വിവാഹം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എന്തോ ഒരു കല്യാണം കഴിക്കാനായില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതായത് അതൊരു നെസസിറ്റിയാണ്. കല്യാണം കഴിച്ചില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കല്യാണം കഴിക്കണം. കല്യാണം ആ വാക്ക് തന്നെ തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. കല്യാണം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം. നമ്മൾ പറയാം കല്യാണം കഴിഞ്ഞു എന്നാണ്. മംഗളം കഴിഞ്ഞു. അതോടുകൂടി 8 വർഷത്തെ പ്രണയ ജീവിതത്തിനൊടുവിൽ കല്യാണം കഴിഞ്ഞു. പിന്നെ ദുരിതമായി. ശരിക്കും അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത്? കല്യാണം സർവ്വതാ നടന്നുകൊണ്ടിരിക്കേണ്ടല്ലേ? കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത് വിവാഹ ജീവിതത്തെ കുറിച്ച്. പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നാ പറയാം. അവിടെ തന്നെ നമുക്കൊരു സബ് കോൺഷ്യസ് സംഭവിക്കുന്നതാണ്. ഇനിയുള്ള തലമുറ എനിക്ക് തോന്നുന്നത് അവരൊരു പക്ഷേ വിവാഹത്തിലേക്ക് തിരിച്ചു വരുന്നത് സൊസൈറ്റിയുടെ പ്രഷറുണ്ടോ ഫാമിലിയൽ പ്രഷറുണ്ടോ ആയിരിക്കില്ല. വെസ്റ്റിലൊക്കെ സംഭവിച്ചതുപോലെ വളരെ ബോധപൂർവം അവർ തീരുമാനിക്കുകയാണ് ഐ നീഡ് ടു ലീവ് മൈ ലൈഫ് വിത്ത് ദിസ് പേഴ്സൺ. അതൊരു കോൺഷ്യസ് ആയ ഡിസിഷനാണ്. ആ കൈക്കോർക്കലിനൊരു വലിയ മീനിങ് ഉണ്ട്. ആ മീനിങ് അതാണ് വിവാഹത്തിൻ്റെ അർത്ഥം, വിശേഷണ വഹിക്കേണ്ടത്. അത് നമുക്കത് പഠിപ്പിക്കാൻ പണ്ട് ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. വിവാഹത്തിലെത്തുന്നതിന് മുമ്പേ ഒരുപാട് സംസ്കാരങ്ങൾ കഴിഞ്ഞിട്ടാണ് വിവാഹത്തിലെത്തുക. വിവാഹ സംസ്കാരം എന്ന് പറയുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാലത്ത് ഈ സംസ്കാരങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. വിവാഹം മാത്രമായി. വിവാഹം ഒരു ഇവൻ്റായി. ആ ഇവൻ്റ് നിർബന്ധമായി സംഭവിക്കേണ്ട ഒന്നായി. അത് മാറി ഇത് നിർബന്ധമായിട്ടുള്ള അല്ല, നമ്മളെ കോൺഷ്യസ് ആയിട്ടുള്ള വളരെ റെസ്പോൺസിബിൾ ആയിട്ട് എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള ഇതിലേക്ക് തലമുറ മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അപ്ഡേഷൻ വരുന്ന കാലഘട്ടത്തിൽ ഈ കല്യാണത്തിൻ്റെ പ്രോസസ്സും മാറുമോ? അതായത് ഡൗറി, നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്ന മൊത്തം സമ്പാദ്യം എടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് കല്യാണം നടത്തുക. ഒരു കല്യാണം നടന്നതിന് ശേഷം പിന്നെ ആ കുടുംബത്തിന് ഒരു മിനിമം ഒരു 5 വർഷമെങ്കിലും എടുക്കും തിരിച്ചൊന്ന് റിക്കവറായി വരാൻ. ആ വീടിൽ ഉപയോഗിക്കണം. ആ ടെമ്പ് മാറും. അല്ല, ഇങ്ങനെയൊക്കെ വിവാഹം കഴിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളാണ് ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ലോകത്തിനോട് പറയുന്നത്. ഏത്? ഡൗറി വാങ്ങി, ഡൗറി കൊടുക്കാത്തതിന് ഭാര്യയെ വിഷം കൊടുത്തു കൊന്നു, അടിച്ചു കൊന്നു, പാമ്പിനെ വിട്ട് കടിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഈ സമൂഹം ആണ് പറയുന്നത് ഇത് വലിയ കാര്യമായിരുന്നു, തലമുറ കുത്തഴിഞ്ഞു പോകുന്നു. അവരൊരിക്കലും ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുമല്ല, ഇപ്പോൾ ജെൻസി കിഡ്സിനോട് അവർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തരാനുള്ള സ്വത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്കൂ. നാളെ വന്ന് എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഏതോ ഒരുത്തിന് എന്തിനാ നിങ്ങൾ അത് കൊടുക്കുന്നത്? എന്നെ പഠിപ്പിക്കൂ, അല്ലെങ്കിൽ ഞാനല്ലേ നിങ്ങളുടെ മോള്, എനിക്ക് തന്നേക്കൂ എന്നുള്ളതാണ്. എനിക്ക് യാത്ര ചെയ്യണം. ഫിനാൻഷ്യൽ ഫ്രീഡം ഇതിൽ ഭയങ്കര ഒരു കാര്യമാണ്. നമ്മൾ 80s 90s കിഡ്സൊക്കെ ഇപ്പോൾ വളർന്ന് വലുതായി വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ചിന്താഗതി അല്ല ഇവരുടെ. നമ്മൾ ഫിനാൻസിൽ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കാം എത്രയും വേഗം കല്യാണം കഴിക്കണം, പെൺകുട്ടികളാണെങ്കിലും സെറ്റിൽഡ് ആവണം, ഭർത്താവ് പിന്നെ നോക്കിക്കോളും എന്നുള്ളൊരു സംഭവം. ഇപ്പൊ അതില്ലല്ലോ. തീർച്ചയായിട്ടും. മാത്രമല്ല ലോകപരിചയം വളരെ അധികമല്ലേ അവർക്കുള്ള. ലോകപരിചയം നമ്മളെ എത്ര ഇരട്ടി ലോകപരിചയം ഉണ്ട്. ഇപ്പം എൻ്റെ മോൾക്ക് 4.5 വയസ്സായിട്ടുള്ളൂ. അവൾ പറയുന്ന പല കാര്യങ്ങളും ഞാൻ അത്ഭുതത്തോടുകൂടെ കേൾക്കാറുണ്ട്. കാര്യം അവൾ എങ്ങനെ ഇതൊക്കെ അറിയുന്നത് എന്ന് ഞാൻ വിചാരിക്കും. അവളുടെ ഇമോഷണലായിട്ടുള്ള മെച്യൂരിറ്റി ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ആ കുട്ടികൾക്ക് കാണാത്ത ഇമോഷണൽ അവളെ കാര്യമല്ല ഞാൻ പറയാം, അവളൊരു ഉദാഹരണമായിട്ട് പറയാം. ആ പ്രായ അനിയത്തിയുടെ മകളുണ്ട്,
അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഇമോഷണൽ മെച്യൂരിറ്റി പല കാര്യങ്ങളിലുള്ള. അത് വേണ്ട. ഒരിക്കൽ ഞാൻ അവൾ ഡ്രസ്സ് മാറ്റി നിൽക്കുകയാണ്, ഞാൻ അവളെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അവളുടെ അമ്മ തെറ്റിദ്ധരിച്ചു ഞാൻ അവളെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് പോകാൻ. അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ ചെയ്തു. ഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞാൽ എനിക്ക് നിന്നെ കൂട്ടാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ പോവാണ്, അവിടെ തിരക്കാവും, നീ അവിടെ വന്നിട്ട് വെറുതെ ബോറടിച്ചിരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പെട്ടെന്ന് പറഞ്ഞു, സോറി അച്ഛാ, ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാണ്. 4.5 വയസ്സുള്ളൂ. എന്നിട്ട് അവൾ അമ്മയോട് പറയണു, എൻ്റെ അച്ഛന് വിഷമാവും, അച്ഛൻ സാഡാവും ഞാൻ വന്നു കഴിഞ്ഞാൽ. നോ, ഇറ്റ്സ് ഓക്കെ അമ്മേ, ഡ്രസ്സ് മാറ്റാം. അവൾക്ക് വിഷമുണ്ട്, അതികഠിനമായ വിഷമുണ്ട് ഞാൻ കൊണ്ടുപോകാത്തതിൽ. പക്ഷേ ദ വേ ഷീ കൈൻഡ് ഓഫ് എന്താ പറയുക എന്നോട് റെസ്പോണ്ട് ചെയ്തത്, ഞാൻ അവളെ കൂട്ടി ചെന്നിട്ട് എനിക്ക് വലിയ ബഹുമാനം തോന്നിപ്പോയി. നമ്മളാവുമ്പം അത് കരഞ്ഞ് പിഴിഞ്ഞൊക്കെ ആയിരുന്നു ചെയ്യുക. അവൾ അങ്ങനെ ചെയ്യൂല എന്നല്ല ഞാൻ പറഞ്ഞത്, വേറെ പല കാര്യങ്ങൾക്കും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ അവൾ റെസ്പോണ്ട് ചെയ്ത് എന്നെ വലിയ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ഇപ്പോഴത്തെ നമ്മൾ ജെൻസി കിഡ്സിനെ കുറിച്ച് പറയുകയാണ്. അപ്പം ഇനിയും വരാൻ പോകുന്ന അടുത്ത ജനറേഷനിൽ അത് സൂപ്പർ ജെൻസി ആയിരിക്കും. അപ്പം നമ്മൾ ഒരു തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിരിക്കും. അപ്പം പലപ്പോഴും എപ്പോഴും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് അവൻ പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സംസ്കാരം, അതായത് നമ്മുടെ വീട്ടിൽ ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഒരു കോൺഫിഡൻസ്, ആര് വന്ന് ചോദിച്ചാലും ഓടി അകത്തേക്ക് കയറാതെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, പിന്നെ ഇത് ഒരു നോളജ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നോളജ്, പിന്നെ സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും പണ്ട് നമ്മൾ എന്ത് ആദ്യം മുതലേ പഠിപ്പിക്കുക, ഈ എല്ലാം പഠിപ്പിച്ച് മാർക്കിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അത് മാറി ഇമോഷനും ഐക്യവും ഇക്യുവും ഒക്കെ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലും സ്പിരിച്വൽ ഒരു സ്പിരിച്വൽ കോഷ്യൻസും കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു കുട്ടിയെ വളർത്തുകയാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ എന്തൊക്കെയാണോ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു പുതിയ ആശയമല്ല, ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആശയമാണ്. നമ്മൾ ഈ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചില ദുസ്വഭാവങ്ങളെ ആ പേരിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അത് ചെയ്യുന്നതിന് പകരം ആക്ച്വലി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയാൽ പലതും കാണാൻ പറ്റും. ഉദാഹരണത്തിന് സഹദേവൻ ഒരു സ്ഥലത്തേക്ക് യുധിഷ്ഠിരനെ ആദ്യം പറഞ്ഞു വിടുന്നത് സഹദേവനെയാണ്. ഏറ്റവും ചെറുത് സഹദേവനാണ്. സഹദേവനെയാണ് റിസീവ് ചെയ്യാൻ വിടുന്നത്. ഇപ്പം വനവാസ കാലത്താണെന്ന് തോന്നുന്നു റിസപ്ഷൻ്റെ ഡ്യൂട്ടി സഹദേവനായിട്ട്. നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആളെയാണ് വീട്ടിൽ വരുന്ന ഒരാളെ റിസീവ് ചെയ്യാൻ ഏൽപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതൊരു ചെറിയ കാര്യമാണ്. സഹദേവനെ ഏൽപ്പിച്ചു, നമ്മളെ വിട്ടുപോകും. ആ സഹദേവനെ ഏൽപ്പിച്ചു, ഭക്തയെ ഏൽപ്പിച്ചു, അങ്ങനെയല്ല. വൈ സഹദേവ? അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ഒരാളെ റിസീവ് ചെയ്യാൻ ഏൽപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ ഏൽപ്പിച്ചു നോക്കൂ. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വരുന്നൊരു മാറ്റമുണ്ട്. അവൻ ആ ഗസ്റ്റിനോട് ഇടപെടുന്നൊരു മാറ്റമുണ്ട്. നമ്മൾ പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിനൊന്നും വിട്ടിട്ട് കുട്ടിയെ നാട്ടുകാരെ ചീത്ത കേൾപ്പിക്കണ്ട. അല്ലേ, നിനക്ക് എന്തിന് കൊള്ളുവാടാ നീ എന്നൊക്കെ ചില ട്രെയിനേഴ്സ് വന്നിട്ട് ചീത്ത വിളിക്കുന്ന കേൾക്കേണ്ട അവസ്ഥ ആ കുട്ടിക്ക് വരില്ല. കാര്യം നമ്മൾ തുടക്കം മുതലേ അങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനത് വളരെ ലേറ്റായിട്ട്, ഈ തിയററ്റിക്കലി ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പ്രാക്ടിക്കലി അത് സംഭവിപ്പിക്കൽ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പുരുഷന് വലിയ ബുദ്ധിമുട്ടാണ്. പുരുഷൻ കോൺഷ്യസ് ആയ ഒരു എഫേർട്ട് എടുക്കണം, എന്നാൽ മാത്രം അത് സാധിക്കും, അല്ലെങ്കിൽ വിട്ടുപോകും. അത് വയേർഡ് അങ്ങനെയാണ്. അത് അതിന് ചാരി നിന്ന് രക്ഷപ്പെടുകയല്ല, ബട്ട് സ്റ്റിൽ. പക്ഷേ എനിക്ക് അറിയാം, എൻ്റെ ഭാര്യ എൻ്റെ മോളോട് ഇടപെടുന്നത് ഞാൻ അസൂയയോടെ കാണാറുണ്ട്. ദ വേ ഷീ ടേക്സ് കെയർ ഓഫ് ഹെർ. കാരണം അവളുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അതൊക്കെ വെച്ച് എനിക്കറിയാം അവൾ എങ്ങനെയാണ് ഓരോ കാര്യത്തിലും. അവൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അത് വളരെ കൃത്യമായിട്ട് ആ കുട്ടിയെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ മോൾഡിങ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മോൾഡിങ് അല്ല, കുട്ടി കൂടെ ഇഷ്ടപ്പെട്ടുള്ള മോൾഡിങ് ആണ്. നമ്മളൊക്കെ മോൾഡ് ചെയ്യപ്പെട്ട് ഇഷ്ടപ്പെടാതെയാണ് പലപ്പോഴും. അത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും കുഴപ്പമില്ല, സമൂഹം അങ്ങനെയായിരുന്നു. നമ്മളങ്ങനെ നിർബന്ധമായി മോൾഡ് ചെയ്യപ്പെട്ടു. ആരെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെ സുഹൃത്തുക്കൾ വന്നാൽ മുമ്പിൽ വരാതിരിക്കാൻ, ആകെ വരേണ്ടി വരുന്നത് എന്തെങ്കിലും പാടാനും ചൊല്ലാനൊക്കെയാണ്. സ്റ്റേജ് പെർഫോമൻസിന് വന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും മറ്റേ ഇത് പൈസ ചോദിച്ചു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വിൽക്കാൻ വരികയാണ്, അച്ഛനില്ല എന്ന് പറയാൻ, കളവ് പറയാൻ, അല്ലേ, കളവ് പറയാൻ പഠിപ്പിക്കുകയാണ്. അച്ഛനില്ല വീട്ടിൽ, അച്ഛൻ അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പഠിപ്പിക്കാനൊക്കെയാണ് നമ്മൾ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ എത്ര ജനറേഷനായിട്ട് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് ഈ കളവ് പറയാൻ പഠിപ്പിക്കുമ്പോഴും അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, വൈ ഷുഡ് ഐ ലൈ എന്ന് ചോദിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ കോൺഷ്യസ്നെസ്സിൽ ഒരു എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്.
എന്ന് മഹർഷി അരവിന്ദ് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സൂപ്പർ ഹ്യൂമൻ എവല്യൂഷൻ ഉണ്ടാവും, സൂപ്പർമാൻ എവല്യൂഷൻ എന്നാ പറയാം. മനുഷ്യൻ്റെ ബോധരാശി ഒരു ഷിഫ്റ്റ് എടുക്കും. ആ ഷിഫ്റ്റ് എടുക്കാൻ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ വലിയ പ്രവചനമായിരുന്നു. എവല്യൂഷൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ ഏതാണ്ട് എവല്യൂഷൻ്റെ സാമാന്യം തെറ്റില്ലാത്ത മോഡലായല്ലോ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അല്ലേ. എല്ലാ ട്രയൽ ആൻഡ് എറർ വെച്ച് നോക്കി 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 സാമാന്യം തെറ്റില്ലാത്ത മോഡൽ. ഇനിയും പ്രകൃതി കുറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അത്യാവശ്യം വൃത്തിയുള്ള സാമാന്യം അല്ലേ, കുഴപ്പമില്ല എന്ന് പറയുന്നൊരു മോഡലായിട്ടുണ്ട്. പ്രകൃതി ഇത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ബോധത്തിലാണ് എവല്യൂഷൻ വേണ്ടത്. തീർച്ചയായിട്ടും ബോധത്തിൽ എവല്യൂഷൻ വരും. ആ എവല്യൂഷൻ തന്നെയാണ് മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോവുക.